ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൈസൂർ ബിരിയാണിയാണ്. മൈസൂർ ബിരിയാണി എല്ലാവരും ചോദിച്ചിട്ടുണ്ടായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബോൾ ടൊമാറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ബോൾ തൈര്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാച്ചപ്പ്, മല്ലിച്ചപ്പ്, പിന്നെ പുതിന, പിന്നെ നിങ്ങൾക്ക് എരിവൊക്കെ അനുസരിച്ചിട്ടുള്ള പച്ചമുളക് കൂട്ടിയിട്ടെടുക്കുക. ഞാൻ 2 എടുത്തിട്ടുള്ളൂ. പിന്നെ ഉള്ളി സ്ലൈസായിട്ട് ഉള്ളി കട്ട് ചെയ്ത് വെച്ചത്, പട്ടയും കറാമ്പും ഏലക്കയും, പിന്നെ ഒരു ചെറുനാരങ്ങ, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. ഇത്രയാണ് വേണ്ടത് മെയിനായിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടാണി ക്യാരറ്റും ഇതൊക്കെ വേണമെങ്കിൽ ചേർക്കുക. ഇനിയും ടേസ്റ്റ് തന്നെ ആയിരിക്കും ബിരിയാണി. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിത് അടുപ്പത്ത് ഒരു ചെമ്പട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗരം മസാല, പട്ട, കറാമ്പും ഏലക്കയും ബേ ലീഫ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ആദ്യം നമ്മൾ ഉലുവാച്ചപ്പ് ഇട്ട് കൊടുക്കണേ. ഉലുവാച്ചപ്പ് ഇട്ടിട്ട് അതിൻ്റെ ആ പച്ച മണമൊക്കെ പോകുന്ന വരെ ഒന്ന് ആ എണ്ണയിൽ ഒന്ന് നല്ല വരട്ടിയെടുക്കണം. അതിന് ശേഷം ഇനി ഉലുവാച്ചപ്പ് മേടിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇട്ടിട്ടില്ലെങ്കിൽ. ഇനി മേടിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഒരു ചട്ടിയിൽ കുറച്ച് ഉലുവ എടുത്തിട്ട് പാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ ഉലുവാച്ചപ്പ് നല്ല റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ അപ്പോൾ ചപ്പ് നല്ല മൂത്ത് വന്നതിന് ശേഷം പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കണം എണ്ണയിലേക്ക്. പിന്നെ ഉള്ളി ഇട്ടിട്ട് നല്ല വാട്ടിയെടുക്കണം ഉള്ളിനെ. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടും. പിന്നെ മൈസൂർ ബിരിയാണീൻ്റെ റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി എല്ലാവരും പറയുന്നത്. അപ്പം വീഡിയോ ആക്കി വെച്ചിട്ട് എഡിറ്റാക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ നനച്ചുള്ളിയൊക്കെ കൊണ്ട് അങ്ങനെ. പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെ എപ്പോഴും നാഷ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ബോറടിക്കുമ്പോൾ അങ്ങനെ ചോറ് ഐറ്റമൊക്കെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ വെച്ച് പിന്നെ അങ്ങനെ പെട്ടെന്ന് എഡിറ്റാക്കിയിട്ടാണ്. അപ്പോൾ നല്ല ഉള്ളിയൊന്ന് വാടട്ടെ. ഉള്ളിയൊക്കെ നല്ല വാടി വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ആ എണ്ണയിൽ തന്നെ നല്ലോണം വരട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇളക്കിയിട്ടില്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വേഗം അടി പിടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ലൊന്ന് എണ്ണയിൽ നല്ല വരട്ടിയെടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പുതിന ചപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് എണ്ണയിൽ ഫ്രൈ ആക്കുക. നമ്മൾ മൈസൂർ ബിരിയാണിക്ക് കൂടുതൽ വേണ്ടത് ഈ മല്ലിച്ചപ്പും ടൊമാറ്റോയാണ് കേട്ടോ. ജാസ്തി ഞങ്ങൾ യൂസ് ആക്കണത്. അപ്പോൾ പുതിന ഈ ചപ്പുകളാണ് വേണ്ടത് കൂടുതൽ. അപ്പോൾ മല്ലിച്ചപ്പും പുതിന ചപ്പും ഇട്ടിട്ട് നല്ലോണം എണ്ണയിൽ വറുത്തിട്ട് ടൊമാറ്റോ ഇനി എങ്ങനെ നിങ്ങൾ കട്ടാക്കിയിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് 1 കപ്പ് തൈര് പകർന്നു കൊടുക്കുക. ടൊമാറ്റോ എടുക്കുമ്പോൾ പുളി ടൊമാറ്റോ തന്നെ എടുക്കാനേ, മറ്റേ ജാമുൻ ടൊമാറ്റോ ഒന്നും ഇടരുത്, പുളി ടൊമാറ്റോ എടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു ചെറുപുളീൻ്റെ നീരൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടിയും എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നോക്കിയിട്ടിടണം. എന്താ വെച്ചാൽ ഞാനവിടെ ഇറച്ചി വേവിച്ചപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും പൊടി ഇട്ടിട്ടാണ് ഞാൻ ഇറച്ചി വേവിച്ച് വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ ചിക്കനിലാണ് വെക്കണമെങ്കിൽ അത് വേവിക്കണ്ട, മസാലയ്ക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അരി എടുത്തിട്ടുള്ളത് GTS ബുള്ളറ്റ് റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ബാസ്മതി മിക്സ് ചെയ്തിട്ട് അങ്ങനെയും വെക്കാം. പിന്നെ ഞാൻ ഇറച്ചി വേവിച്ചത് മസാലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇറച്ചി വേവിച്ചത് ഇട്ടിട്ട് ഒന്ന് നല്ല തിളപ്പിച്ചിട്ട് നമ്മൾ അരി കുതിർത്തി വെച്ച അരി നല്ല കഴുകിയിട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നോക്കുക, ആ ഇറച്ചി വേവിച്ച വെള്ളവും പിന്നെ നമ്മൾ ടൊമാറ്റോൻ്റെ അതും തൈരിൻ്റെ ഒക്കെ പാടെ വെള്ളം അതിലുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും.
അപ്പോൾ അങ്ങനെ ഞാൻ എത്ര വെള്ളം വേണ്ടത് പിന്നെ നോക്കിയിട്ട് ഞാൻ ചേർത്തിട്ട് ഉപ്പും എരിവും പാകത്തിനുണ്ടോയെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. എന്നിട്ടൊന്ന് നല്ല തിളച്ച് വരുമ്പോൾ ഏകദേശം നമുക്കറിയാമല്ലോ നമ്മൾ ഉള്ളരി പൊട്ടുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ പൊട്ടി വരുമ്പോൾ നമ്മളെന്താക്കുക, നല്ലൊന്ന് ദമ്മിന് വിടുക. അപ്പം ഒരു 10-15 മിനിറ്റ് ദമ്മന് വിട്ടതിന് ശേഷം, ദമ്മന് ഇടുമ്പോൾ നിങ്ങൾ ചോറ് അടി പിടിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പഴയ എന്തെങ്കിലും തവ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് മുകളിൽ വെച്ചാൽ മതി. അപ്പോൾ അടി പിടിക്കുകയൊന്നുമില്ല. എന്നിട്ട് ഞാനിപ്പോൾ ദമ്മിന്ന് എടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നത്. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ചോറ് വെള്ളമൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മൈസൂർ ബിരിയാണി ഉണ്ടാക്കൽ. ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ.